വിങ്സ് 6-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം അത്ഭുതകരമായി കർത്താവ് നമ്മളെ നടത്തി. അതുകൊണ്ട് ഇത്രത്തോളം എന്ന് തുടങ്ങുന്ന പല പാട്ടുകളുണ്ട്. ഇവിടെ ലണ്ടനിലിരുന്നുകൊണ്ട് രാജമ്പ്രദൻ്റെ ഭവനത്തിൽ നിന്ന് ഞങ്ങളെല്ലാം കൂടെ ഒന്ന് പാടട്ടെ. ഇത്രത്തോളം എന്ന് തുടങ്ങുന്ന പല പാട്ടുകളുണ്ട്. അതിലൊന്ന് ഇത്രത്തോളം യഹോവ സഹായിച്ചെന്ന്. നമുക്കൊന്ന് പാടി കർത്താവിന് നന്ദി അർപ്പിക്കാം. അണ്ടർ ദ വിങ്സിൽ 5 വർഷം കർത്താവ് നടത്തി. നമ്മളെല്ലാം ഇതുവരെ കർത്താവിൽ നടത്തി. നിങ്ങളെല്ലാവരും ഇന്ത്യയിൽ നിന്ന് ഇവിടെ UK വന്ന് ഇവിടം വരെ നടത്തി. ആ കർത്താവിന് ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്ന് പാടി അണ്ടർ ദ വിങ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ചേർന്ന് ഒന്ന് പാടി കർത്താവിനെ സ്തുതിച്ച്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആഗറിനെ പോലെ ഞാൻ യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ആഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെന്നെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ചേർന്ന് പാടാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. വേറെ ഇത്രത്തോളം എന്ന് തുടങ്ങുന്ന മറ്റൊരു പാട്ടും കൂടെ ഈ അണ്ടർ ദ വിങ്സിനെ ഇത്രത്തോളം നടത്തിയ കർത്താവിൽ നമുക്കൊന്ന് പാടാം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിക്കാൻ എന്തുള്ളൂ യോഗ്യത നിന്നുണ്ട്, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിക്കാൻ എന്തുള്ളൂ യോഗ്യത നിന്നുണ്ട്. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിക്കാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിക്കാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിന്നുണ്ട്, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം നൽകിടുവാൻ എന്തുള്ളൂ യോഗ്യത നിന്നുണ്ട്. ഇത്രത്തോളം കർത്താവ് നമ്മളെ കൊണ്ടുവന്നു, നമ്മളെ ഓരോരുത്തരും കൊണ്ടുവന്നു.
ഹല്ലേലൂയ. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അത്ഭുതകരമായിട്ടാ കർത്താവ് നമ്മെ നടത്തിയത്. ഈ അണ്ടർ ദ വിങ്സ് 6ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ അണ്ടർ ദ വിങ്സിൽ കാണുന്നവരോടാണ് സംസാരിക്കുന്നത്. അരുൺ ഫ്രെയിം ക്ലോസ് ചെയ്യണം. ഞാൻ അണ്ടർ ദ വിങ്സിൽ കാണുന്നവരോടാണ് സംസാരിക്കുന്നത്. നമ്മൾ ഈ 6 വർഷം കർത്താവ് 5 വർഷം അത്ഭുതകരമായി നടത്തി. അണ്ടർ ദ വിങ്സ് ആരംഭിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇന്നർ ചേംബർ 2020 തങ്കുപറഞ്ഞ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുത്തു, ഇങ്ങനെ മെസ്സേജുകൾ ഫേസ്ബുക്കിലൊക്കെ ഇടാൻ. നമ്മുടെ കോഴഞ്ചേരിയിലെ ഷാജി പറഞ്ഞു, തങ്കുപറ അതങ്ങ് വീഡിയോ ആക്കിയാൽ തന്നെ കുഴപ്പം. അങ്ങനെ ഫേസ്ബുക്ക് വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ അതിനു മുമ്പ് ഒക്ടോബറിലാണ് 2020 മാർച്ച് മാസത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന പ്ലാൻ ചെയ്യുക. 2020 മാർച്ച് മാസത്തിൽ ഉപവാസ പ്രാർത്ഥന പ്ലാൻ ചെയ്തു. ഓക്കെയാണോ അരുണ്? ഫ്രെയിം ഓക്കെയാണ്? ഞാനിങ്ങോട്ട് മാറിയിരുന്നതാണ്. 2020 മാർച്ച് മാസത്തിൽ ഉപവാസ പ്രാർത്ഥന നമ്മൾ പ്ലാൻ ചെയ്തു. അത് ആ 2020 കലണ്ടറിൽ 2019 ഒക്ടോബറിൽ തന്നെ അത് അടിച്ചു. ദൈവത്തിൻ്റെ പദ്ധതികൾ നോക്കിക്കോണേ. ആ മാർച്ച് ആദ്യമായപ്പോൾ കോവിഡ് വന്ന് ലോകം മുഴുവൻ വീടുകളിൽ നമ്മളെല്ലാം ഇരിക്കേണ്ട സ്ഥിതി വന്നു. ആദ്യം ചിന്തിച്ച് ഉപവാസ പ്രാർത്ഥന വേണ്ടെന്ന് വെച്ചാൽ എന്നാ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പല ദൈവദാസന്മാരെയും വിളിച്ചതാണ്. പക്ഷെ അന്നേരം കർത്താവ് ഞങ്ങളുടെ ഉള്ളിൽ പറഞ്ഞു, നോ, ഇത് ദൈവം മുന്നമേ ഒരുക്കിയതാണ്. എല്ലാവരും ക്ലോസ്ഡായിട്ട് വീടുകളിലിരിക്കുമ്പോൾ അവിടെ വചനം ചെല്ലാൻ ദൈവം ഒരുക്കിയ പദ്ധതിയാണിത്. അങ്ങനെ ഇന്നർ ചേംബർ വൈകിട്ട് തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് സ്റ്റുഡിയോയിൽ പ്രത്യേകം പാസ് വേണമായിരുന്നെന്ന് യാത്ര ചെയ്യാൻ ഞാൻ, റോണക്ക്, ജിജോ ബ്രദർ, രഞ്ജു അല്ലെ സ്റ്റുഡിയോക്കാർ അവിടെ ചെല്ലും. സ്റ്റുഡിയോയിൽ ചെന്ന് പകൽ മീറ്റിംഗ് ആരംഭിച്ചു. ലൈവായിട്ട് നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം. അന്ന് അത് ഉപവാസ പ്രാർത്ഥനയെ തുടങ്ങിയ ആ പകൽ ശുശ്രൂഷയാണ് ഇപ്പോൾ അണ്ടർ ദ വിങ്സ് എന്ന പേരിൽ. കുറച്ച് ദിവസം കഴിഞ്ഞ് കോവിഡൊക്കെ മുമ്പോട്ട് പോയപ്പോൾ അണ്ടർ ദ വിങ്സ് ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ചിറകടിയിൽ എന്ന പേരിൽ ഈ ശുശ്രൂഷ തുടങ്ങാൻ ഇടയായിത്തീർന്നു. വൈകിട്ട് ഇന്നർ ചേംബറും തുടർന്നുകൊണ്ടിരുന്നു. രാവിലെ റോണക്കിൻ്റെ നേതൃത്വത്തിൽ റൈസ് ആൻഡ് ഷൈനും ആരംഭിച്ചു. കൃപയാൽ ഈ ശുശ്രൂഷകൾ ഇപ്പോൾ 6ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് ഇന്നർ ചേംബർ ഫാമിലിയായിട്ട് തന്നെ നിരവധി സ്ഥലങ്ങളിൽ ഇന്നർ ചേംബർ കണ്ട് ദൈവസന്നിധി വന്ന നിരവധി പേർ, സൗഖ്യമായവർ, അണ്ടർ ദ വിങ്സിലും റൈസ് ആൻഡ് ഷൈനിലും ഒക്കെ വിടുതലായ അനേകരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനിവിടെ കഴിഞ്ഞ ആഴ്ചയിൽ സൗത്ത് എൻഡിൽ 3 ആൺപിള്ളേർ വീട്ടിലെ സ്നാനപ്പെട്ടു. ആ കുടുംബം ഇന്നർ ചേംബറിലൂടെ വന്നതാണ്. ഞാൻ അവിടെ പാലക്കാട് ചെന്നപ്പോൾ 2 കണ്ണിനും കാഴ്ചയില്ലാഞ്ഞ ഒരു സഹോദരൻ ഇന്നർ ചേംബർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു അക്രൈസ്തവനാണ്. ആ വചനം ഏറ്റെടുത്തു. തൽക്ഷണം കണ്ണിന് കാഴ്ച കിട്ടി. അങ്ങനെ എനിക്കറിയാം, അണ്ടർ ദ വിങ്സിൽ ഒരു പ്രാവശ്യം ഒരു മോള് കോവിഡ് കാലത്തെല്ലാം അടഞ്ഞ് ജോലിയെല്ലാം നഷ്ടപ്പെട്ട് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ ഞാനെന്ന് പറഞ്ഞൊരു വചനം കേട്ട് ആ സമയത്ത്, കർത്താവ് ഈ പറയുന്ന വചനം സത്യമാണെങ്കിൽ എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ തരണേന്ന് പറയും. ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടേതല്ല. അണ്ടർ ദ വിങ്സിൽ പറയുക, കർത്താവിൻ്റെ കുഞ്ഞിനെ കർത്താവ് വളർത്തിക്കോളും. ഇത് കേട്ടുകൊണ്ടിരിക്കും, അണ്ടർ ദ വിങ്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സൗകര്യ പറഞ്ഞു, ഈ തോമസ് ഊട്ടി ബ്രദർ പറഞ്ഞ ശരിയാണെങ്കിൽ എൻ്റെ തോളയിലിരിക്കുന്ന കുഞ്ഞ് നിൻ്റെ കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ വളർത്താൻ പാലില്ല. കാരണം അത് ഭർത്താവിൻ്റെ ശമ്പളം പകുതിയാക്കി അവിടെ നിൽക്കാൻ മേല. അല്പസമയം കഴിഞ്ഞപ്പോൾ മെസ്സേജ് വരികയാണ്, ശമ്പളം ഫുള്ളാക്കിയിരിക്കുന്നു. ആ പിടിച്ചു വെച്ച പൈസയും കൂടെ ഇതാ തരുന്നു.
അങ്ങനെ അത്ഭുതകരമായി ചെയ്തെങ്കിൽ സ്തോത്രം. നമുക്കൊരു ഇത്രത്തോളം കൂടെ ഒന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. അറിയാവോ പാട്ട്? നമുക്കെല്ലാവർക്കും ചേർന്ന് നമുക്ക് ഒന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല യേശുവിനെ നിർത്തിയതാ, നേടിയതല്ല യേശുവെല്ലാം തന്നതല്ലേ, നിന്നതല്ല യേശുവിനെ നിർത്തിയതാ, നേടിയതല്ല യേശുവെല്ലാം തന്നതല്ലേ, നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം, നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ, ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ. ദൈവം നടത്തിയ വഴികൾക്ക് നന്ദി പറയുന്ന ഒരു ശുശ്രൂഷ കൂടെയാണ് ഈ 6-ാം കൊല്ലം കർത്താവിൻ്റെ ചെറുകിടിലേക്ക് കയറുമ്പോൾ. ഇതെല്ലാം കർത്താവ് സെറ്റ് ചെയ്തതാണ് ഞാൻ പറഞ്ഞത്. ആ കോവിഡ് കാലത്ത് അത് തുടരുകയാണ്. ഇത് 6-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ലോകം മുഴുവൻ സുവിശേഷം കൊണ്ട് ഈ സൂം ഓൺലൈൻ പ്രോഗ്രാമുകൾ നിറയാൻ കാരണം കോവിഡാണ്. കോവിഡ് ഒത്തിരി തകർച്ച കൊണ്ടുവന്നെങ്കിലും കോവിഡിനിടയിലൂടെ ഒരു ഉണർവ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഈ ഓൺലൈൻ ശുശ്രൂഷകളിലൂടെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് പേർ ലോകമെങ്ങും യേശുവിനെ അറിയാനിടയായി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കാക്കും. ഈ കോവിഡ് അനേകർക്ക് തകർച്ചയും തിന്മയുമായിരുന്നെങ്കിൽ സുവിശേഷത്തിന് അത് ഉയർച്ചയും നന്മയുമായി. അതുകൊണ്ടാണല്ലോ ഈ അണ്ടർ ദ വിങ്സും തുടങ്ങാനിടയായത്. ഈ അണ്ടർ ദ വിങ്സിൽ 6-ാം വർഷം വരുമ്പോൾ എന്നോട് സഹോദരങ്ങളൊക്കെ ചില ചോദ്യങ്ങൾ ഞങ്ങളിവിടെ കൂടുതൽ അവർക്ക് ചില ചോദ്യമൊക്കെ ചോദിക്കാൻ കാണും. അതിലോട്ടൊക്കെ പോകാൻ പോവാണ്. മനു ബ്രദറും വന്നിട്ടുണ്ട്. തുടർന്ന് നമുക്കതിലോട്ടൊക്കെ കടക്കാം. നമുക്കൊന്നുകൂടെ പാടി കർത്താവിനെ സ്തുതിക്കാം. നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഒന്നിച്ച് അണ്ടർ ദ വിങ്സിൽ ഈ 6-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ കയറി വരും. ഇവിടെ ലണ്ടനിലിരിക്കുന്ന സൗരങ്ങളെല്ലാം ചേർന്ന് നമുക്കൊന്നുകൂടെ നന്ദി യേശുവേ എന്നൊന്ന് പാടാം.
നന്ദി. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ 5 വർഷങ്ങൾ ഇന്നർ ചേംബറും എറൈസൺ ഷൈനും അണ്ടർ ദ വിങ്സും എല്ലാം കർത്താവാണ് അത് ആരംഭിച്ചത്. ഞങ്ങളാരും പ്ലാൻ ചെയ്യാതെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ശുശ്രൂഷകൾ ലോകത്തിലെങ്ങും ആവശ്യമായെന്ന് ഞങ്ങൾക്ക് പിടികിട്ടുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ഞങ്ങളെ കൊണ്ട് ആ പ്ലാൻ ചെയ്യിച്ച് ഇവിടം വരെ നടത്തിയല്ലോ. അണ്ടർ ദ വിങ്സിനെ ഇവിടം വരെ നടത്തിയല്ലോ. അതിലൂടെയൊക്കെ കർത്താവ് ഈ ശുശ്രൂഷകളിലൂടെ ജനലക്ഷങ്ങളെ വിടുവിപ്പാൻ കർത്താവ് ഉപയോഗിച്ച മഹാദയക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ഇതിലൂടെ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായിട്ടും കർത്താവിനെ സ്തോത്രം ചെയ്തു. അപ്പോൾ തന്നെ കർത്താവെ, ഈ ശുശ്രൂഷകൾ അനുഗ്രഹമായി ചെയ്യാൻ എല്ലാ ദിവസവും നിവർത്തിപ്പാൻ തങ്കുപതെന്നും അടിയനും റോണക്കിനും ഓരോ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സഹോദരന്മാർക്കും എല്ലാം അതിനുള്ള കൃപ കർത്താവ് പകർന്നതിനായി നന്ദി. ഹല്ലേലൂയ. ഫേസ്ബുക്കിലും യൂട്യൂബിലും HFTVയിലും LCV ഉത്സവ ചാനൽ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു. എല്ലാത്തിനായിട്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ പലരും സാക്ഷ്യം പറഞ്ഞു, പലരുടെ അനുഭവങ്ങൾ കേട്ടു. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്തു. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചവരുടെ ആ വലിയ പ്രാർത്ഥന ഓർത്ത് സ്തോത്രം ചെയ്തു. അപ്പോൾ തന്നെ കർത്താവെ, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത എല്ലാവർക്കായി സ്തോത്രം. പലവരുടെ ഇല്ലായ്മയിൽ നിന്ന് പോലും ഓരോ അണ്ടർ ദ വിങ്സ് പ്രോഗ്രാമും ഈ 3 പ്രോഗ്രാമുകളും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. നാഥ, ആ വിധവ അവൾക്കുണ്ടായിരുന്ന അവസാനത്തെ ആ മാവ് എണ്ണയെടുത്ത് അപ്പം ചുട്ട് ദൈവവേലയിൽ ദൈവദാസന് കൊടുത്തപ്പോൾ അവളുടെ ആ കലവും എണ്ണയുടെ കലവും എല്ലാം നിറഞ്ഞു കവിഞ്ഞതുപോലെ, ക്ഷാമകാലം മുഴുവൻ അവളെ പോറ്റിയതുപോലെ കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷകൾ സ്പോൺസർ ചെയ്ത എല്ലാ മക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അവർക്കാർക്കും ഒന്നിനും മുട്ടുവന്നില്ല. പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടല്ലേ കർത്താവ്. ഇന്നത്തെ ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്യുന്ന മക്കളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. സകല നന്മകളാലും അവരുടെ ജീവിതം നിറയപ്പെടട്ടെ. അനുഗ്രഹിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കഴിഞ്ഞ നാളുകളിൽ ദൈവം അത്ഭുതകരമായി നടത്തി. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി. അണ്ടർ ദ വിങ്സും നമ്മുടെ 3 പ്രോഗ്രാമുകളും സ്പോൺസർ ചെയ്ത ഫൈനാൻഷ്യലായി തന്ന എല്ലാവർക്കും പ്രത്യേകമായി ഞങ്ങൾ ഹൃദയം നിറഞ്ഞ അനുഗ്രഹം പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ തന്നെ സ്തോത്രം. മനോബ്രതനൊക്കെ എന്നോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്, അതിലേക്കൊക്കെ കടക്കാം. അതിൻ്റെ മറുപടിയും കൂടെ ആയിക്കൊള്ളട്ടെ ഇന്നത്തെ അണ്ടർ ദ വിങ്സ്. തോമസ്, ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് തോമസിൻ്റെ ശുശ്രൂഷ. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, തോമസിൻ്റെ പേഴ്സണൽ ലൈഫും അപ്പോൾ തന്നെ ശുശ്രൂഷയും, അപ്പോൾ ഈ ഉണർവിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ കർത്താവ് നിർത്തുമ്പോൾ തോമസിൻ്റെ അനുഭവങ്ങളും അപ്പോൾ തന്നെ മുമ്പോട്ട് കർത്താവ് വന്നിരിക്കുന്ന ദർശനങ്ങളെക്കുറിച്ച് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ 5 വർഷം അണ്ടർ ദ വിങ്സ് നടന്നതിൻ്റെ ഒരു 6ാം വർഷത്തിലേക്ക് കയറുന്ന ഒരു ദിവസമാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ മനു ബ്രദർ ചോദിച്ചതിന് മറുപടിയായി ഇവിടെ ഈ മീറ്റിങ്ങിലിരിക്കുന്നവരോടും അണ്ടർ ദ വിങ്സിലിരിക്കുന്നവരോടും ചില കാര്യങ്ങൾ സംസാരിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ലോർഡ്. മുമ്പേ നമ്മൾ ഇത്രത്തോളം എന്ന പാട്ട് പാടിയെങ്കിലും
ഇനി നടത്തിയ വിധങ്ങൾ ഓർത്താലൊരു പാട്ട് പാടിയിട്ട് പറയാം. നടത്തിയ വിധങ്ങളോർത്താൽ നാഥൻ നടത്തിയ ഓ കൂട്ടുകാരിൽ പരമായെന്റെ ആനന്ദ തൈലം പകർന്നു കൂട്ടുകാരിൽ പരമായെന്റെ ഓ ആനന്ദ തൈലം പകർന്നു ശത്രുമധ്യയൻ തല ഉയർത്തി ശത്രുമധ്യയൻ തല ഇവിടെ കരങ്ങൾ അടിച്ച് നടത്തിയ നമുക്കിപ്പോൾ ഒരു വേദഭാഗം വായിക്കാം. 2 വേദഭാഗങ്ങളാണ് വായിക്കാം. ഒന്ന് ജോസഫ് ബ്രദർ അപ്പോസ്തല പ്രവൃത്തികൾ 26-22 വായിക്കണം. അത് കഴിയുമ്പോൾ അബിമേലെക്ക് ഫിലിപ്പിയർ 3:14 വായിക്കണം. ജോസഫ് ബ്രദർ അപ്പോസ്തല പ്രവൃത്തി 26-22 വായിച്ച്. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഈ വചനം ഒന്ന് ഒന്നിച്ച് പറയാം. എന്നാൽ ദൈവത്തിൻ്റെ സഹായം ലഭിക്കിയാൽ ഞാൻ ഇന്ന് വരെ നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. ആമേൻ. ഇന്ന് വരെ നിർത്തിയ ഒരു കർത്താവിന് നന്ദി പറയാം. ആമേൻ. കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ച് നമ്മളൊക്കെ പറയാറുണ്ട്. അണ്ടർ ദ വിങ്സിൽ നിന്ന് ഞാൻ കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ച് പറയും. അപ്പോൾ തന്നെ പണ്ട് നടന്നത് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇപ്പോൾ പിടിച്ച മീൻ വല്ലതും ഉണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ അണ്ടർ ദ വിങ്സിൽ പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യരോട് പറഞ്ഞ്, നിങ്ങൾക്ക് മുമ്പേ ഞാൻ ഗലീലയിൽ പോകുന്നു. ഇവിടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് എന്നെ കണ്ടു, സന്തോഷമായി, ഇനി ഇവിടെ തന്നെ അങ്ങനെ ഇരുന്നാൽ ഒക്കത്തില്ല. ഗലീലയിൽ നിങ്ങൾ ഭയപ്പെടുന്ന ഗലീലയിൽ നിങ്ങളെ ഞാനൊന്ന് വിടുന്നുണ്ട്. നിങ്ങൾ പേടിച്ചെടുത്ത് തന്നെ നിങ്ങളെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 40 ദിവസം കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ഗലീലയിലുണ്ടായിരുന്നു. മീൻപിടുത്തം പല കാര്യങ്ങളും നടന്നു. പലതവണ 10ഓളം പ്രാവശ്യം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട സംഭവങ്ങൾ സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയിലുമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒടുവിൽ കർത്താവ് പറയാം, എല്ലാവരും യെരൂശലേമിലേക്ക് പിന്നെയും വരാൻ. ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, എന്ത് എളുപ്പമുള്ള കാര്യമാണെന്നറിയോ? നിങ്ങൾ പിള്ളേരായാലും ചുമ്മാ നോക്കിയാൽ മതി. ഗലീലി ടു ജെറുസലേം എന്ന് ചുമ്മാ നെറ്റിൽ അടിച്ചു നോക്കണം. കപ്പർനഹൂം ടു ജെറുസലേം. ഞാനിന്നാൾ നോക്കിയപ്പം 298 മൈലാണ്. 298 കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 300 കിലോമീറ്റർ. അത് 198 200 കിലോമീറ്റർ ദൂരമാണ് അല്ലേ? 194 കിലോമീറ്റർ ദൂരമാണ് അത്രയുള്ളത്. അന്നത്തെ കാലത്ത് കാറില്ല, ബൈക്കില്ല, കഴുതപ്പുറത്തും നടന്നുമൊക്കെ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉത്സവം ആചരിക്കാൻ ഇവർ ഗലീലയിൽ നിന്ന് ജെറുസലേം വരെ വന്നു. പ്രൈസ് ദി ലോർഡ്. 200 കിലോമീറ്റർ അല്ല, അന്ന് ഇപ്പോഴത്തെ ഹൈവേയുടെ ദൂരം എഴുതിയിരിക്കുന്നു. അന്ന് അവർ വരുന്നത് ഗെരിസീം മല, ഈ ശമരിയൊക്കെ കയറിയാണ്. കുറഞ്ഞത് 250 കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ ഈ യാത്ര തന്നെ ഒരാഴ്ചത്തെ പരിപാടിയാണ്. വീട്ടിലെ എന്തെല്ലാം കാര്യം ക്രമീകരിക്കണം. ഒരു 3-4 ആഴ്ചത്തേക്ക് ആടിനും പശുവിനും ഒക്കെ പുല്ലെല്ലാം പറിച്ചിട്ടിട്ടേ പോരാനൊക്കുള്ളൂ. പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടേ പോരാനൊക്കത്തുള്ളൂ. ഇവിടെ വന്നപ്പോൾ ഇവർ ഊഹിച്ച പോലെ നടന്നില്ല. യേശുവിൻ്റെ ക്രൂശീകരണം നടന്നു, ഉയർപ്പ് നടന്നു. ഇനിയും ഗലീലയിൽ അവർ പേടിച്ച് ഗലീലയിൽ കർത്താവർക്ക് മുമ്പേ പോയി.
ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭയപ്പെടുന്ന ഗലീലയിൽ നിങ്ങൾക്ക് മുമ്പേ യേശു പോയി. നാട്ടിൽ നിന്ന് ഇവിടെ UK വന്ന പ്രിയപ്പെട്ടവരുടെ മക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വന്നാലും നമുക്ക് ചോദ്യചിഹ്നങ്ങളുണ്ട് അല്ലേ? നമ്മുടെ മുമ്പിൽ പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം മനൂബ്രദറിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടു. ബിസിനസ്സിലുള്ള പ്രശ്നങ്ങൾ, പഠിത്തത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷെ കർത്താവാണോ അയച്ചത്? നിങ്ങൾ പേടിക്കുന്ന ഗലീലയിൽ നിങ്ങൾക്ക് മുമ്പേ കർത്താവുണ്ട്. 40 ദിവസം പ്രത്യക്ഷപ്പെടുക അപ്പോൾ കൊടുത്തപ്പോൾ വളരെ സന്തോഷമായി. പക്ഷെ പിന്നെ പറയാ ഇനിയും ഗലീലയിലോട്ട് വന്നേക്കാൻ, അല്ല യെരുശലേമിലേക്ക്. അപ്പോൾ എത്ര കിലോമീറ്റർ നടന്നു? 250 500ആയി. പിന്നെ 250 നടന്നാലും തിരിച്ച് വീട്ടിൽ പോകാനൊക്കത്തുള്ളൂ. എന്നിട്ട് അവിടുന്ന് കർത്താവ് അവർക്ക് കൽപ്പനയെല്ലാം കൊടുത്തിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതങ്ങ് ഗലീലയെ വെച്ച് തന്നെ അങ്ങ് ആരോഹണം ചെയ്താൽ പോരെ? ഏറിയൽ ഡിസ്റ്റൻസ് ഒന്ന് തന്നെയല്ലേ? പക്ഷേ കർത്താവ് എന്ത് ചെയ്തു? ഗലീലയിൽ വെച്ച് അവരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യാതെ ജെറൂസലേമിൽ വെച്ച് സ്വർഗാരോഹണം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്നോണം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോണം, കാരണം എനിക്ക് മുമ്പോട്ട് ചില കാര്യങ്ങളുണ്ട്. അപ്പം നടത്തിയ വഴികൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ. അണ്ടർ ദ വിങ്സ് ഇന്ന് വരെ വന്നത് സന്തോഷ, ഇന്നർ ചേംബർ വന്നത് സന്തോഷ, ഒത്തിരി കർത്താവ് നടത്തി, നമ്മളെ നടത്തി, ഇനിയും നടത്താൻ പോകുന്ന വഴിയുണ്ട്. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, നമുക്ക് കർത്താവ് സ്വർഗത്തിലോട്ട് അങ്ങ് പോയി, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ ഇവിടെ ഇരുന്നോണമെന്ന്. പിന്നെ 10 ദിവസം കൂടി ഇരുന്നു. 50-ാം ദിവസം പെന്തക്കോസ് നാളിലാണ് പരിശുദ്ധാത്മാവരുടെ മേലെ ഇറങ്ങി വന്നത്. പിന്നെ ഇവർക്ക് വീട്ടിൽ പോക്കുണ്ടായിട്ടില്ല. സ്തോത്രം. അവർ അഭിഷേകത്തിൽ നിറയുന്നു, അന്യഭാഷ പറയുന്നു, ജനം ഓടി വരുന്നു, 18 ഭാഷക്കാർ, 3000 പേര് സ്നാനപ്പെടുന്നു. ഉണർവോട് ഉണർവ്. ഹല്ലേലൂയ. ഇത് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് ലണ്ടനിൽ രാജം ബ്രദറിൻ്റെ വീടാണ്. ഞങ്ങൾ ചിലപ്പം ഫ്ലൈറ്റിലൊക്കെ വന്നാൽ ഇവിടെ വന്ന് ഒന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. എയർപോർട്ടിനടുക്കില്ല. ഞാൻ ഓർക്കുന്നു, ഇവിടെ ആദ്യം ആരംഭിച്ചപ്പോൾ ഇവിടെ ജാസ്മിൻ സിസ്റ്റർ ഇവിടെ ഇന്നാണ് വന്നത്. നമ്മുടെ ജോർജ് ബ്രദറും ഞങ്ങളൊക്കെ പോർട്സ്മൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് അവിടുന്ന് ട്രെയിനിലൊക്കെ കയറി തുടങ്ങിയതാണ്. ഇന്നിപ്പോൾ എത്ര സ്ഥലത്ത് കാര്യങ്ങളായി. ചെറുതായിട്ട് വീടുകളിലൊക്കെയാണ് ആരംഭിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ അത് ലോകത്തെ തുടർന്ന് ഉണർവായി. 1-ാം നൂറ്റാണ്ടിൽ തന്നെ റോമിൽ വരെ ലോകത്തിൻ്റെ അറ്റത്തോളം, അന്ന് അറിയപ്പെട്ട ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷം ചെന്നു. റോമൻ കൈസറോട് വരെ സുവിശേഷം പറഞ്ഞു. അതാണ് സുവിശേഷത്തിൻ്റെ പവർ. അപ്പോൾ നമ്മൾ ഇതുവരെ നടന്നതിൽ തൃപ്തിപ്പെട്ട് സന്തോഷിച്ചിരിക്കരുത്. അണ്ടർ ദ വിങ്സിനെ 5 കൊല്ലം നടത്തി. ഇനി അണ്ടർ ദ വിങ്സിനെ മാത്രമല്ല, ഹെവൻലി വിഷനെ നമ്മളെല്ലാം അത്ഭുതകരമായി കർത്താവ് നടത്തി. അതുകൊണ്ടാണ് പൗലൂസ് എപ്പോഴും ഇന്നയോളം നടത്തി എന്നുള്ള വാക്യം മുമ്പേ വായിച്ചത്. ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ ഞാൻ ഇന്നയോളം നിന്നു, വലിയവരോടും ചെറിയവരോടും സാക്ഷ്യം പറഞ്ഞു. പക്ഷേ ഫിലിപ്പ് ലേഖനത്തിൽ 3:14 അബീമേലെക്ക് ഒന്ന് വായിച്ചേ. മുമ്പോട്ടുള്ള കാര്യം കൊണ്ട് നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞു. ഒന്ന് വായിച്ചേ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. കണ്ടോ? വേർത്ത് പറഞ്ഞതുകൊണ്ട് ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ ഞാൻ നിരൂപിക്കുന്നില്ല. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ലാക്കിലേക്ക് ഓടുക. ഇവിടെ പറയണ ഒന്ന് ഞാൻ ചെയ്യുന്നു. എല്ലാം പറഞ്ഞ ഒന്ന് ഞാൻ ചെയ്യുന്നു. കർത്താവ് എല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞിരിക്കരുതെന്ന് അടുത്തിരിക്കുന്ന ആളുടെ കൈയിലൊന്ന് പിടിച്ചു വരുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു എന്നാണ് കർത്താവ് പറഞ്ഞ പല സ്റ്റെപ്പുകളിൽ. നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ മുമ്പോട്ട് പല കാര്യങ്ങൾ നടക്കാനുണ്ട്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട്. ഇനി ആരും അടുത്തിരുന്ന പണി നടക്കത്തില്ല. മുമ്പിൽ ചിലതുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും മുമ്പിൽ ചിലതുണ്ട്. പിമ്പിൽ കണ്ടതിനേക്കാൾ ശ്രേഷ്ഠമായ ചിലത് മുമ്പിലുണ്ട്. പെന്തക്കോസ്ത് നാളിൽ നടന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ ലോകരാജ്യങ്ങളിൽ കർത്താവ് ചെയ്തു. ഹെവൻലി ഫീസ്റ്റിലൂടെ ഈ UK ദൈവം ചെയ്തതൊന്നും ആയിട്ടില്ല.
ഇനി ചെയ്യാൻ പോകുന്നുള്ളൂ. തങ്കുബ്രദറിലൂടെ പരിശുദ്ധാത്മാവ് ഈ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യം, സ്തോത്രം, 800 കോടിക്കും സുവിശേഷം കൊടുക്കുന്ന ഒരു ഉണർവാണ് നമ്മളിലൂടെ കർത്താവ് ചെയ്യാൻ പോകുന്നത്. 800 കോടി ജനത്തിന് 2024 ഡിസംബർ 31 അല്ല 2023 ഡിസംബർ 31 ദൈവാത്മാവ് ഇടപെട്ടൊരു വചനമാണ്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വലിയ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. സ്തോത്രം, അതാരും അടയ്ക്കത്തില്ല. അപ്പോൾ ഇന്ന് നിങ്ങളോട് അണ്ടർ ദ വിങ്സിൽ വചനം പറയുമ്പോൾ മനു ബ്രദർ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു മറുപടിയുമൊക്കെ ആയി പറയുമ്പോൾ ഇന്ന് വരെ നടത്തിയ വഴികൾ അത്ഭുതകരമാണ്. അത് വ്യക്തിപരമായും കുടുംബമായിട്ടുമൊക്കെ. കഴിഞ്ഞ ഞങ്ങളുടെ ഒരു വെഡിങ് ആനിവേഴ്സറിയിൽ അതുപോലെ ഈ അണ്ടർ ദ വിങ്സിനോടൊക്കെ ചേർന്ന് എൻ്റെ ജീവിത പങ്കാളി നീന ഞങ്ങളെ നടത്തിയ വഴികളെക്കുറിച്ചൊന്ന് സംസാരിച്ചായിരുന്നു. അത് വളരെ വൈറലായി. അതിപ്പോൾ നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ പപ്പ കർത്താവിന് വേണ്ടി ഇറങ്ങിയ ആ ദിവസം ഒത്തിരി മനപ്രയാസങ്ങളിൽ കൂടെ പോയി. എൻ്റെ അമ്മച്ചി വിശ്വാസത്തിലല്ല, ഭയങ്കര എതിരായിരുന്നു. മമ്മി അതിലും എതിരായിരുന്നു. അതിന് പപ്പ തന്നെ ഈ വിശ്വാസത്തിന് വേണ്ടി ഇങ്ങനെ പോരാടുന്നുണ്ടപ്പം ഞാൻ പപ്പായോട് ചോദിച്ചു. അന്നേരം പപ്പ പറഞ്ഞു, ജീവനുള്ളൊരു കർത്താവുണ്ട്, ആ കർത്താവിന് വേണ്ടി ജീവിക്കണം. അന്നോട് ഞാൻ പപ്പായ്ക്ക് ഈ മമ്മിയും അമ്മച്ചിയും അവരുടെ ഓർത്തഡോക്സുകാരാണ്. അന്നേരം അവർക്ക് അറിയത്തില്ലല്ലോ സത്യം. എതിര് നിൽക്കുമ്പം പപ്പ ഒറ്റപ്പെടുന്ന കാണുമ്പോൾ ഞാൻ പപ്പായുടെ കൂടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അന്ന് തൊട്ട് അങ്ങനെ താങ്ങി എന്താവശ്യമുണ്ടെങ്കിലും പപ്പായ്ക്കൊരു മനപ്രയാസം വരുന്നത് അവർ വിഷമിപ്പിക്കുന്നതിനൂടെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ ഞാൻ പപ്പയുടെ കൂടെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പം അടുത്തൊരു ദേവദാസനെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് പല പ്രതിസന്ധികൾ, എനിക്ക് നിൽക്കാൻ പോലും മേലാത്ത അവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെയും ദൈവശബ്ദം കേട്ട് ഒരു ദൈവദാസനെയാണ് ഞാൻ. എന്നുവെച്ചാൽ ഞാൻ നിൽക്കണം, സന്തോഷത്തോടെ ആ കർത്താവിൻ്റെ വേല ചെയ്യണമെങ്കിൽ വലിയ വിളിയാലാണ് ഇറങ്ങിയത്. അന്നും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞും ഞാൻ കണ്ടിട്ടുണ്ട് പ്രതിസന്ധികൾ. എന്തിനാണ് ഇതിന് പോകുന്നത്, ഇത്രയും പഠിച്ചിട്ട് ഒരു ജോലിക്ക് പോകരുതോ, ജോലിയോടെ ശുശ്രൂഷിക്കരുതോ. പക്ഷെ അന്നേരം ഭാരപ്പെടുന്ന അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം എനിക്ക് എൻ്റെ പ്രതിസന്ധി ഞാൻ പല പ്രാവശ്യം ഇതിട്ടിട്ട് പോയാൽ എന്നാന്നൊക്കെ ഓർത്തിട്ടുണ്ട്. അതുപോലെ പ്രതിസന്ധികളിൽ കൂടെ പോയി. പക്ഷേ എന്നോട് കർത്താവ് ഒരിക്കൽ ഒരു ചോദ്യം, ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിച്ചപ്പം, എൻ്റെ നാമം മഹത്വപ്പെടുമോ നീ ഇത് ചെയ്താൽ എന്നൊരു ചോദ്യം എന്നോട് കർത്താവ് ചോദിച്ചു. ഈ മകൻ കർത്താവിന് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനോടുള്ള സ്നേഹത്തിൽ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പം ഞാൻ എടുക്കുന്ന സ്റ്റെപ്പ് ശരിയാണോ, അതിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുമോ, അത് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. വീണ്ടും ഞാൻ ഒന്നുകൂടെ എന്നെ സമർപ്പിച്ച്, കർത്താവ് എനിക്ക് കൃപത. അങ്ങനെ അടുത്ത എനിക്ക് പ്രയാസങ്ങൾ വരുമ്പം ഒരു ദൈവദാസനെയാണ് ഞാൻ. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഭാര്യ എന്നുള്ള നിലയിൽ നമുക്ക് നിൽക്കാൻ മേലാത്ത അവസ്ഥകളുണ്ട്. പക്ഷെങ്കിൽ ഒരു ദൈവദാസനെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ഒരു കർത്താവിന് ഇതിലെല്ലാം പ്രതിഫലമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞു കാര്യം ആരും കാണുന്നില്ലായിരിക്കും. പക്ഷെ കർത്താവിന് എന്ന പോലെ നമ്മൾ ചെയ്താൽ, കർത്താവിന് എന്ന പോലെ ഒരാളെ കരുതിയാൽ അതിന് ആ കർത്താവിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നത്. അന്നേരം ആ ഒരു എനിക്ക് കഴിവൊന്നുമില്ല. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമെന്ന് ഞാൻ ഓരോ നിമിഷവും പറയും. ആ പരിശുദ്ധാത്മാവ് ഇന്നുവരെ ഞങ്ങളെ നടത്തി. ആ സന്തോഷം അടുത്ത തലമുറകളും അത് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ പൗലോസ് ശ്ലീഹ തന്നെ നടത്തിയ വഴികൾ എപ്പോഴും ഓർക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ അണ്ടർ ദ വിങ്സിൻ്റെ 6ാം വർഷത്തിലേക്ക് കയറിയെന്ന് നമുക്കെല്ലാം വലിയൊരു സന്തോഷം. പക്ഷെ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വ്യക്തിപരമായി നടത്തിയത്, കുടുംബപരമായി നടത്തിയത്, ആത്മീയ ശുശ്രൂഷയിൽ നടത്തിയത്,
ഇനി നടത്താൻ പോകുന്നത്. അത് ദൈവമക്കൾ അറിയണം, അതിന് നന്ദി പറയണം, സ്തോത്രം ചെയ്യണം. ഈ ഒരു പ്രത്യേക ദിവസം അതിന് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മനു ബ്രദർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, തോമസ് കുട്ടി ബ്രദറെ എങ്ങനെയാ ഇവിടം വരെ വന്നത്, എങ്ങനെയാ കുടുംബമായിട്ട് നടത്തിയത്, എങ്ങനെയാ സഭയെ നടത്തിയത്, മുമ്പോട്ടുള്ള കാഴ്ചപ്പാടെന്താ, എല്ലാം കൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുക. പൗലൂസ് പറഞ്ഞൊരു വാക്യം നമ്മൾ വായിച്ചത് അപ്പോസ്തലർ 26-22 തന്നെ കോടതി നിർത്തിയിരിക്കുകയാണ്. തന്നെ റോമൻ കൈസറുടെ അടുക്കലേക്ക് താൻ കൈസറെ അഭയം ചൊല്ലിയത് കൊണ്ടുപോയത് ഈ കോടതിയിൽ നിന്നാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഏത് കോടതിയിൽ നിർത്തിയാലും പൗലൂസിൻ്റെ ഒരു പ്രത്യേകത, താൻ സാക്ഷ്യം പറയും. അപ്പോസ്തലർ 9 പൗലൂസിൻ്റെ രൂപാന്തരം നമ്മൾ കാണുന്നത്. അതിനുശേഷം യഹൂദന്മാരുടെ മധ്യത്തിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ എവിടെ കൊണ്ട് നിർത്തിയാലും താൻ കർത്താവിനെ അറിഞ്ഞ സാക്ഷ്യം പറയും. അതിന് പൗലൂസിന് ഒരു മടിയില്ല. താൻ സഭയെ ഉപദ്രവിച്ചതായിരുന്നെന്നും അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട് ദമസ്കോസിലേക്ക് പോകുമ്പോൾ സൂര്യൻ്റെ വെളിച്ചത്തെ കവിയുന്നൊരു വെളിച്ചത്തിൽ യേശു തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ട് ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് ചോദിച്ചതും, താൻ താഴെ വീണതും, തൻ്റെ കണ്ണ് കാണാതെ പോയതും, സ്തോത്രം അനന്യാസ് വന്ന് പ്രാർത്ഥിച്ച് തനിക്ക് കാഴ്ച കിട്ടിയതും, താൻ സ്നാനപ്പെട്ടതും, ആത്മാവിൽ നിറഞ്ഞതും, കർത്താവ് തന്നോട് അനേക കുരുട്ട് കണ്ണുകളെ തുറപ്പാൻ, ഈ സത്യം അറിയാത്തവർക്ക് ഈ വചനം കൊടുക്കാൻ അയച്ചതാണെന്ന്. അല്ല താൻ മതപരിവർത്തനം ചെയ്യല്ല, ഏതെങ്കിലും മതത്തിനെതിരായിട്ടോ ഒന്നുമല്ല, തനിക്ക് ചെയ്യാതിരിക്കാൻ ഒക്കത്തില്ല. താൻ ആസ്വദിച്ചു പോയി യേശുവിനെ. ഇതെപ്പോഴും പൗലൂസ് പറയുന്നത് കേൾക്കാം. അതുകൊണ്ട് തൻ്റെ തനിക്ക് ലഭിച്ച കൃപയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയും, എൻ്റെ കഴിവൊന്നുമല്ല. നിങ്ങൾ പൗലൂസ്ലിഹായി നോക്കുമ്പോൾ ഈ ബൈബിള് 40-ലധികം എഴുത്തുകാർ, സ്തോത്രം 1500ഓളം വർഷത്തെ കാലഘട്ടത്തിൻ്റെ സമയങ്ങളിൽ പ്രധാനമായി 2 ഭാഷകൾ, എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും, കൂടാതെ ആരാമ്യ ഭാഷയിൽ കുറച്ച് ഭാഗം, തമ്മിൽ ആലോചിക്കാതെ 10 വർഷത്തെ ഇടവേളയല്ല, 100 വർഷമല്ല, 1500 വർഷത്തെ ഇടവേളയിൽ പലരെഴുതിയതാണ്. അതിൽ ഈ ബൈബിളിലെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ പൗലൂസിനെ അദ്ദേഹം ഉപയോഗിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ താന് പഴയ നിയമം മുഴുവൻ നന്നായി പഠിച്ചിരുന്നു. നല്ലൊരു സെമിനാരി ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം മുഴുവൻ പഠിച്ചു. അപ്പം നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇവിടം വരെ കൊണ്ടുവന്നു. അപ്പം എന്നോട് മനു ബ്രദർ ചോദിച്ചു, എൻ്റെ സാക്ഷ്യം അണ്ടർ ദ വിങ്സിലും എല്ലാം ഏതൊരു മീറ്റിങ്ങിലും സാക്ഷ്യം, ഈ പൗലൂസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സാക്ഷ്യം പറയാതെ എനിക്ക് പോകാനൊക്കത്തില്ല. ചില പറയുമായിരിക്കും തോമസ് കുട്ടി പറയേണ്ട സാക്ഷ്യം കെടുത്ത് മടുത്തെന്ന്. നിങ്ങൾ മടുത്താലും ഞാൻ മടുത്തിട്ടില്ല. കാരണം എൻ്റെ വീടൊരു ശാപ കൂമ്പാരമായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എൻ്റെ പിതാവിൻ്റെ 3 സഹോദരങ്ങളുടെ ശവപ്പെട്ടി ഒന്നിനു പുറകെ ഒന്നായി ചെറുപ്പക്കാരുടെ വെക്കുകയാണ്. എൻ്റെ പിതാവിന് അന്ത്യകൂദാശ വരെ കൊടുത്ത ആ ശാപം എൻ്റെ തലമുറയിൽ വരുന്നു. എൻ്റെ പെങ്ങന്മാരിൽ ഓരോരുത്തർ രോഗികളാകുന്നു. ഞങ്ങൾക്കുണ്ടായിരുന്ന ബാങ്കിൻ്റെ തകർച്ച, എസ്റ്റേറ്റിൻ്റെ തകർച്ച, ഞാൻ വിദ്യാഭ്യാസത്തിൽ ഒന്നാമനായിരുന്നിട്ടും മദ്യത്തിലും മയക്കുന്നതിലെല്ലാം പോകുന്നു. ഇങ്ങനെ തകർച്ച, ഇത്രയും ഭീകരമായ ഒരു സ്ഥിതിയുള്ള വീട് ഏതുണ്ട്? അന്ന് ആ ദൈവദാസൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ടെസ്റ്റിനായിട്ട് ഞാൻ ചോദിച്ച, ദൈവം ഉണ്ടോ? യേശു എന്നൊരാൾ ഈ ഭൂമി വന്നിട്ടുണ്ടോ? ആ സമയമായപ്പോൾ തന്നെ ബൈബിളൊക്കെ ശരിയാണോ എന്നൊരു സംശയം എനിക്ക് തുടങ്ങി. അന്ന് രാത്രി യേശു എൻ്റെ അടുക്ക വന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനു ബ്രദർ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ മറുപടി, ഞാൻ കർത്താവിനെ തിരഞ്ഞെടുത്തല്ല, കർത്താവ് എന്നെ തിരഞ്ഞെടുത്ത. കർത്താവ് എനിക്ക് തന്നൊരു പാട്ടുണ്ട്, അതിൻ്റെ ഒരു അടിയും കൂടെ നമുക്കൊന്ന് പാടാം. എത്ര ദൂരം അങ്ങ് വിട്ടോടി എത്ര
തള്ളിക്കളഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂടുള്ളപ്പവും ചൂടും പകർന്നു തന്നെ നീ. എത്ര ദൂരം അങ്ങേ വിട്ടോടി അത്ര നേരം കാത്തു നിന്നെ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചു. ഇതത്രയും വിചിത്രമേശു രക്ഷക. എത്ര ദൂരം അങ്ങേ വിട്ടോടി പ്രൈസ് ദി ലോർഡ്. എത്ര ദൂരെ കർത്താവിൽ നിന്ന് പോകാമോ അത്രയും പോയ ഒരാളാണ് ഞാൻ. യേശു എന്നൊരാളില്ലെങ്കിൽ ഞങ്ങളുടെ വീടില്ലായിരുന്നു, എൻ്റെ ജീവിതമില്ലായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ നിങ്ങൾ ഒത്തിരി പൈസ മുടക്കി യെരുശലേമിൽ വരെ പോകേണ്ട, കല്ലറ തുറന്നോ എന്നറിയാൻ. നാട്ടിലുള്ളവർ വാഗ്ദാനത്ത് വന്ന് ഞങ്ങളുടെ നാട്ടുകാരോട് ചോദിച്ചാൽ മതി. അവർ പറയും ഒരു നരകമായിരുന്നു ഈ വീട്, യേശു വന്നതോടെ ആ വീട് സ്വർഗമാണ്. ഇന്നത് ഓരോരുത്തരും കേൾക്കുമ്പോൾ ഞങ്ങളുടെ ആഗ്രഹം തങ്കുപറൻ്റെ ആയാലും എൻ്റെ ആയാലും എൻ്റെ കൂടെ വിളിക്കുന്ന സൗകര്യമാണ്, ഈ യേശുവിനെ എല്ലാവരും അറിയണം. എന്നോട് കർത്താവിൻ്റെ സുവിശേഷം പറഞ്ഞ ദൈവദാസൻ പറഞ്ഞു, അദ്ദേഹം ചർച്ച് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററും ശുശ്രൂഷകനുമായിരുന്നു. ഞാൻ അത്രയും പ്രാർത്ഥനയ്ക്കൊന്നും പോകുകയല്ലെന്നും എന്നെ കിട്ടത്തില്ലെന്നും അറിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, മോൻ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊന്നും വരണം, മോൻ യേശുവിനെ ഒന്ന് വിളി. ഞാനിവിടെ ഈ ലണ്ടനിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് 2 പിള്ളേരുടെ അത്ഭുത വിടുതൽ കണ്ടു. നിങ്ങളത് നെറ്റിലൊക്കെ കണ്ടായിരിക്കും. റോഷൻ എന്ന് പറഞ്ഞ പയ്യൻ MDMA അഡിക്റ്റായി 4 തവണ ജയിലിൽ കയറി, വല്യമ്മയെ തല്ലി അവശയാക്കി, എല്ലാം തകർന്ന ഒറ്റ മീറ്റിങ്ങിന് വന്നപ്പോൾ ഞങ്ങളെ കർത്താവ് ഇങ്ങനെ സ്നേഹിച്ചെങ്കിൽ ആ സ്നേഹം ആ മകനൂടെ പകർന്നു കൊടുത്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് MDMA അഡിക്ഷൻ മാറി. ഞാനിവിടുന്ന് കഴിഞ്ഞ ദിവസം പിന്നെയും ആ മോനെ കൂടെയുള്ള ജോഷി ബ്രദറിനെ വിളിച്ചപ്പം നല്ല ഫയറായിട്ട് നിൽക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച പവർ വിഷനിൽ സെബാൻ്റെ സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ MDMAയും മറ്റു പല മയക്കുമരുന്നുകളൊക്കെ ചെയ്ത് ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭീതിയാണ്, എങ്ങനെ ഇങ്ങനെയുള്ള പിള്ളേർക്ക് വിടുതൽ കിട്ടും. ഞാൻ ഒരു പോലീസ് ഓഫീസർ ഇതിനെക്കുറിച്ചൊരു പിള്ളേർക്ക് വേണ്ടി കൊടുത്തൊരു ക്യാമ്പിൽ പറഞ്ഞ ഒരു MDMAയെക്കുറിച്ചൊക്കെ പറഞ്ഞ ഒരു വീഡിയോ വൈറലാണ്. ഭയം ജനിക്കുന്ന കാര്യങ്ങളാണ് അത്. ഒരു പാനീയത്തിലോ ഒരു നൈറ്റ് ക്ലബിലോ എവിടെയെങ്കിലും പിള്ളേരുടെ ഒരു പരിപാടിയിൽ ഒരു തുള്ളി അതിനകത്ത് ചേർത്താൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് കിട്ടിയാൽ പിന്നെ ഇത് കിട്ടാതെ അവർക്ക് ജീവിക്കാനൊക്കില്ല. അവർക്ക് ജീവിതത്തിൽ വിടുതലില്ല. അവരെയൊക്കെ പെടുത്തുന്ന ലോബികൾ ലോകത്തുണ്ട്. എന്നാൽ അതിലും വലിയ ലഹരിയായ യേശുവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചാൽ അവരതൊക്കെ വിട്ടുമാറും. സെബാൻ ഒന്നോർത്തെ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ചത്തെ ആ പ്രോഗ്രാം ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിളാണ്. സെബാൻ തലയിലൊരു ഹെൽമറ്റും വെച്ചുകൊണ്ട് മുണ്ടക്കയം പട്ടണത്തിൻ്റെ നടുക്കൂടെ താൻ ബൈക്കിൽ പോവുകയാണെന്നുള്ള ഭാവേന നടന്നു പോവുക, വണ്ടികൾക്കിടയിലൂടെ. തൻ്റെ വിചാരം താൻ ബൈക്കിൽ പോവാന്ന്. ഒരു ഡാൻസ് പിള്ളേരെല്ലാം കൂടെ ചെയ്യുമ്പോൾ വൈകിട്ടൊരു സ്റ്റെപ്പ് വെച്ച് ഡാൻസ് തുടങ്ങിയിട്ട് ഏകദേശം 12 മണിക്കൂർ അതേ സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. സുബോധം നഷ്ടപ്പെട്ടു. അന്ന് നമ്മുടെ സുഭാഷ് ബ്രദർ ഡയോസിസ് പാസ്റ്റർ അവിടെ ചെന്ന് മോനെ എന്നൊറ്റ വിളി, ദൈവസ്നേഹം വന്നു. തുടർന്ന് കോട്ടയത്ത് വന്ന മീറ്റിങ്ങിൽ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ മകൻ താഴെ വീണു, ദുരാത്മാവ് വിട്ടുമാറി, വിടുതലായി. ഈ യേശുവിനല്ലാതെ ആരെയും വിടുവിക്കാൻ ഒക്കത്തില്ല. ഞാനിവിടെ ആയിരിക്കുന്ന ഈ UK-ക്ക്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏത് രാജ്യമോ അവിടെ നിങ്ങളുടെ മക്കൾക്ക് ഒരൊറ്റ നാമമേ വിടുവിക്കാനുള്ളൂ,
അത് യേശു മാത്രം, കഥയല്ലിത്. ഹീസ് അലൈവ്. സോ എൻ്റെ സാക്ഷ്യം മനു ബ്രദർ ചോദിച്ചു, ഇന്ന് വരെ നടത്തിയത് ഈ കർത്താവിൻ്റെ സ്നേഹം. അപ്പോൾ തന്നെ തുടർന്ന് സുവിശേഷ വേലയിലേക്ക് കർത്താവ് വിളിച്ചു. ചില ഓർക്കുമ്പോൾ അദ്ദേഹം വലിയ പ്രസംഗകനാണ്, എമിലി വീസിൽ 10,000ങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, TV പ്രസംഗിക്കുന്നു, അല്ല ഈ ബോർഡേലൊക്കെ പോസ്റ്ററിലൊക്കെ ഞാനും തങ്കുപറയുടെ കേരളം മൊത്തം ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ ഒരു 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ എൻ്റെ അകത്തോട്ട് വരും. കൊരിന്ത് സഭയിൽ കുറച്ച് സഭാരാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞാൻ പൗലൂസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ യേശുവിൻ്റെ പക്ഷക്കാരൻ. ഇടയ്ക്ക് പറയട്ടെ, ഇതിലേത് പക്ഷക്കാരാണ് ഏറ്റവും നല്ലത്? യേശുവിൻ്റെ പക്ഷക്കാരാന്ന് പറയും. എന്നാൽ അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയും, നിങ്ങൾ ഈ പക്ഷങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ശിശുക്കളല്ലയോ, നിങ്ങൾ ജഡികന്മാരല്ലയോ, യേശുവിൻ്റെ പക്ഷക്കാരെയും കൂടെ കൂട്ടിയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അങ്ങനെ യേശുവിൻ്റെ പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം മാറണ്ട. പ്രൈസ് ദി ലോർഡ്. അവിടെ സുവിശേഷം അറിയിച്ചത് പൗലൂസാണ്. അദ്ദേഹം അവിടെ നിന്ന് പോയി. പിന്നെ അവരുടെ പക്ഷം പറഞ്ഞ് നിൽക്കരുത്. അപ്പോൾ തന്നെ കേന്ദ്രത്തിലുള്ളത് പത്രോസാണ്. ഞങ്ങൾക്കെല്ലാം കേന്ദ്രമായിട്ടാണ് പിടി. പത്രോസിൻ്റെ പക്ഷമാണെന്ന് പറഞ്ഞ് കുറച്ച് പേര് നിൽക്കുക. കുറച്ച് പേര് അന്നേരമുള്ള പാസ്റ്ററുടെ പക്ഷമാണ് അപ്പല്ലോസിൻ്റെ. കുറച്ച് പേര് പറഞ്ഞാൽ ഞങ്ങൾ ആരുമായിട്ടുമില്ല, കർത്താവുമായിട്ടുള്ള ഒന്നും കർത്താവിന് ഇഷ്ടമില്ല. ചില പറഞ്ഞ് അവരെ ഏറ്റവും പേടിക്കേണ്ടത്, ഞങ്ങൾക്ക് ലോകത്തിൽ ആരുമായിട്ടും ബന്ധമില്ല, ഡയറക്റ്റ് കർത്താവുമായിട്ട്. പറ്റത്തില്ല. ഇവിടെ നമ്മുടെ കൂടെ തന്നിരിക്കുന്ന ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ഇംപെർഫെക്റ്റാണ്. ഞാനും ഇംപെർഫെക്റ്റാണ്. അപ്പം ഞാൻ ശുശ്രൂഷയിൽ വന്നു, ബൈബിൾ സ്കൂളിൽ പഠിച്ചു. എന്നെ പഠിപ്പിച്ച ആ ദൈവദാസന്മാരെ ഒന്നും എനിക്ക് മറക്കാനൊക്കത്തില്ല. വാഗത്താനത്ത് PG മാത്യൂസ് പാസ്റ്റർ, കുഞ്ഞോറാച്ചായൻ, എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എന്നെ വഴി നടത്തിയ പാസ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. അങ്ങനെ ഇരുന്ന് ഉള്ളത് പറയാമല്ലോ. എൻ്റെ അകത്തും ആ ചെറുപ്പത്തിലെ ചൂടിൽ സഭാരാഷ്ട്രീയത്തിലൊക്കെ കാലുവെച്ചു. ചിലൊക്കെ നിമിത്തമെന്നൊക്കെ ഞാൻ ഒരു സമയത്ത് പറയുമായിരുന്നു. പക്ഷേ കർത്താവിന് നോ, അവരാരും നിമിത്തമല്ല, നീൻ്റെ അഴുക്കുകൊണ്ടാണ് നീ പോയത്. എന്നാൽ എൻ്റെ ഭാര്യ ആ സമയത്ത്, എൻ്റെ മൂത്ത മോള് കെസിയ തീരെ കുഞ്ഞ്, അവളെ തോളിലെടുത്തുകൊണ്ട് എന്നോട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് ശാപമുണ്ടല്ലോ, എൻ്റെ സഭയിൽ കളിക്കരുത്. എൻ്റെ ഫാദറിലോ നയനാച്ചായൻ ദൈവസന്നിധിയിലാണ്. കുഞ്ഞവറാച്ചായനും പറഞ്ഞു, തോമസ് കുട്ടി അതിനൊന്നും പോകരുത്. കർത്താവ് വിളിച്ച വിളിയിൽ നിന്നാൽ കർത്താവ് മാനിക്കും. അങ്ങനെ അന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ദർശനമുണ്ടായി, ഇതിനൊന്നും പോകരുത്. അങ്ങനെ ആ ദർശനത്തിൽ ചുവട് വെച്ചപ്പോൾ ദൈവം ഒരു ദൈവദാസനെ ഒരുക്കി. അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേറ്ററായിട്ട് ഞാൻ മാറി. ഭയങ്കര പവർഫുൾ ഹീലിങ്ങും. ഇന്ന് നമ്മൾ കേൾക്കുന്ന ക്രിസ്തുവിൻ്റെ വെളിപ്പാട് പലതും കേരളത്തിൽ ആദ്യം അദ്ദേഹത്തിലൂടെ വന്ന് പാസ്റ്റർ അഗസ്റ്റിൻ ഗോമസ്. അപ്പം ഞാൻ ആ വേണ്ടാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടപ്പോൾ അദ്ദേഹത്തിലൂടെ തന്നെ എൻ്റെ സഹോദരിക്ക് അത്ഭുത വിടുതലുണ്ട്. ഈ സഭ എന്ന് പറയുന്ന ഒരിക്കലും നമ്മളൊരു കളിയും കളിക്കരുത്. അത് കർത്താവിനെ സേവിക്കാനുള്ള സ്ഥലമാണ്. നമ്മുടെ സഹോദരങ്ങളുടെ കാലം കഴിയിക്കണം. നമുക്ക് ആ ഫിലിപ്പോസിന് സഭയിൽ ഭക്ഷണം വിളമ്പാനും ഭക്ഷണം ഉണ്ടാക്കാനുമാണ് തന്നെ ആക്കിയത്. അത് താൻ വിശ്വസ്തയോടെ ചെയ്തപ്പോൾ മന്ത്രിയുടെ തേരിലേറ്റി ഒരു പട്ടണത്തിൻ്റെ ഉണർവിനായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ട് ഈ ശുശ്രൂഷകൾ ചെയ്യാൻ കർത്താവ് ഭാഗ്യം തന്നു. 1 കൊരിന്ത്യർ 3 പറയാണ്, നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ചെയ്ത പ്രവൃത്തിയെല്ലാം തീയിലൂടെ കടത്തിവിടുന്നു. നമ്മൾ എയർപോർട്ടിലൊക്കെ വരുമ്പോൾ നമ്മുടെ പെട്ടി സ്കാനറിനകത്ത് വെക്കണം എന്നതുപോലെ ഞാനിപ്പോൾ ചെന്നേച്ച്, കർത്താവെ അറിയത്തില്ല, എൻ്റെ പടം കേരളത്തിൽ മൊത്തം പോസ്റ്ററിലുണ്ടായെന്ന് പറഞ്ഞാൽ മോൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, നീ ചെയ്ത പ്രവൃത്തിയല്ല ഈ സ്കാനറിനകത്തോട്ട് വെച്ചേക്കാൻ പറയും. നീ എത്ര പ്രസംഗിച്ചു, നീ എത്ര പ്രവചിച്ചു, നീ എത്ര വലിയ ആളായിരുന്നു എന്നൊന്നുമല്ല. God weighs the motives. ദൈവ ഉദ്ദേശങ്ങളെ തൂക്കി നോക്കും. പൗലോസ് ലീഗ പറയാണ്, ചിലർ അസൂയയും പിണക്കവും നിമിത്തവും പ്രസംഗിക്കുന്നുണ്ട്. ഇനി എന്തു ആയിക്കോട്ടെ, പ്രസംഗിച്ചോട്ടെ, ആ നാമം കേട്ട് യേശുവിൻ്റെ നാമത്തിൽ വിടുതലായിക്കോട്ടെ. പക്ഷെ നമ്മൾ എന്തുമാത്രം ചെയ്തു എന്നല്ലതാണ്, ആർക്കു വേണ്ടി ചെയ്തെന്നുള്ളതും എന്തിനു വേണ്ടി ചെയ്തെന്നുള്ളതുമായിരിക്കും കണക്കിടാൻ പോകും. ഇവിടെ പൗലോസ് ലീഗ തൻ്റെ ശുശ്രൂഷയുടെ ഒരു ഘട്ടമായപ്പോൾ പറയുകയാണ്, അതാണ് നമ്മൾ വായിച്ചത്,
നിന്നെ വിശേഷിപ്പിക്കുന്ന ആർ? ലഭിച്ചതല്ലാതെ നിനക്കെന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? 1 കൊരിന്ത്യർ 4:7. 1 കൊരിന്ത്യർ 15:10 പറയണ, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എല്ലാവരും ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു. എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. അതും താൻ പറയുന്നുണ്ട്. പക്ഷെ ഉടനെ പറയുകയാണ്, എന്നാൽ ഞാനല്ല, എന്നോടുകൂടെയുള്ള ദൈവകൃപയത്ര. ഗലാത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇത് പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട് ലഭിച്ചു, വേറെ ആരോടും ഞാൻ ചോദിച്ചില്ല. തനിക്ക് വ്യക്തിപരമായി ലഭിച്ച കൃപയുടെ വെളിപ്പാട്. പക്ഷെ വേറെ വേദഭാഗത്ത് ഞാൻ പറയാണ്, പലർ മുഖേന എനിക്ക് ലഭിച്ച കൃപ. നമുക്ക് വ്യക്തിപരമായിട്ടും പലതും ലഭിച്ചിട്ടുണ്ട്, പക്ഷെ ഒത്തിരി പേര് നിന്നുകൊണ്ടാണ്. ഇന്ന് ഞാനായിരിക്കുന്ന ദൈവകൃപയാലാണ്. നമ്മളെ നടത്തിയവരുണ്ട്, അതിനെല്ലാമായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പോൾ അവിടുന്ന് പിന്നെ വന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണസമയത്താണ് തങ്കു ബ്രദറിനെ ഞാൻ ആ സമയത്തൊരു 40 ദിവസം ഉപവസിക്കുക. എല്ലാം തകർന്നെന്ന് വിചാരിച്ച ആ സമയത്ത് കർത്താവ് എനിക്ക് തന്നയാളാ തങ്കു ബ്രദർ. തങ്കു ബ്രദർ പറയും തങ്കു ബ്രദറിന് എന്നെ കൊടുത്തെന്ന്. ഞാൻ പറയും എനിക്ക് തങ്കു ബ്രദറിനെ കിട്ടി. കൂടാതെ ഇവിടെ ഇരിക്കുന്നവരടക്കം 10,000-കണക്കിന് പേര്, ഈ ശുശ്രൂഷകരൊക്കെ മനു ബ്രദർ കോട്ടയത്ത് സ്റ്റുഡിയോയിൽ ക്യാമറ എടുത്ത് തുടങ്ങിയതാണ്. പ്രൈസലോ. ഇവിടെ ശുശ്രൂഷകർ ജോസഫ് ബ്രദർ, ഇവിടെ ജോർജ് ബ്രദർ, ഇവിടെ ആദ്യം ഞങ്ങൾ പലയിടത്ത് പോയി ഇവിടം വരെ വന്നു. സ്തോത്രം. കോവിഡ് കാലത്ത് എല്ലാം തീർന്നെന്ന് വിചാരിച്ചു. പക്ഷേ കോവിഡ് കാലത്ത് ഈ അണ്ടർ ദ വിങ്സും ഇന്നർ ചേംബറും എല്ലാം തുടങ്ങി. അത് അടുത്ത ഉണർവായി. ഇനി ഒരു വലിയ വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കും. മുമ്പോട്ട് എന്താണ്? അതാണ് നമ്മൾ വായിച്ചത്. പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇത് ചെയ്തതാ, എൻ്റെ ഉപ്പാപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇപ്പം ആനയുണ്ടോ എന്ന് പറഞ്ഞതുപോലെ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം. ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യണം, അതിന് നന്ദി പറയണം. ഞാൻ ഇന്നത് ചെയ്ത അത് ചെയ്ത. എൻ്റെ ജീവിതത്തിൽ ഞാൻ പല ഉണർവുകൾ കണ്ടു. കുഞ്ഞറാച്ചൻ ചായൻ്റെ ഭവനത്തിൽ ഒരു 3 ദിവസം ആരംഭിച്ച ഉപവാസ പ്രാർത്ഥന 1 വർഷം നീണ്ടു. അതിനും ഉണ്ടായിരുന്നു മനു ബ്രദർ, തങ്കു ബ്രദറും ഒക്കെ വരുമായിരുന്നു. 1 വർഷം നിർത്താൻ പറ്റാതെ. ഇപ്പോൾ ഈ വീട്ടിലെ മീറ്റിംഗ് 1 വർഷം നീണ്ടാൽ എങ്ങനെ ഇരിക്കും? പകൽ അവിടെയും പിന്നെ വൈകിട്ട് ഞങ്ങളുടെ വീട്ടിലുമായി. ചെറുപ്പക്കാരിലെ അഭിഷേകത്തിൽ നിറഞ്ഞു. കുഞ്ഞുങ്ങൾ പ്രവചിക്കാൻ തുടങ്ങി. അതുപോലെ കുഞ്ഞവറാച്ചാൻ്റെ ഓർഫനേജിൽ ഉണർവുണ്ടായി. കൊച്ചു കുഞ്ഞുങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഞാൻ കണ്ടു. രോഗികളെ സൗഖ്യമാകുന്നു. ഈ ഇതുപോലെയൊക്കെയുള്ള പിള്ളേർ ദുരാത്മാക്കളെ പുറത്താക്കുന്ന എൻ്റെ കണ്ണാലെ ഞാൻ കണ്ടു. അതെല്ലാം UK-യിലും എല്ലാം നടക്കാൻ പോവാം. അപ്പം ആ ഉണർവ് ഞാൻ കണ്ടു. കോട്ടയത്തെ ഉണർവ് കണ്ടു. ചെറുപ്പക്കാരുടെ ഉണർവ്. അരുണാചൽ പ്രദേശിൽ അന്ന് കോട്ടയത്തും തങ്കു ബ്രദറും എല്ലാം സഭയായിട്ട് എന്നെ പ്രാർത്ഥിച്ചയച്ചു. ഫിന്നി സ്റ്റീഫൻ ബ്രദറിൻ്റെ മുഖേന അവിടെ പോയത്. അവിടെ ചെന്ന് വലിയ ഡെലിവറൻസ് ഉണ്ടായി. അതറിഞ്ഞാണ് ഞായറാഴ്ച മന്ത്രി വയറ്റിൽ പ്രയാസമാണ് പ്രാർത്ഥിക്കാൻ വന്നു. ചികിത്സിച്ചിട്ടൊന്നും സൗഖ്യമില്ല. നബം തുക്കി മന്ത്രി വന്നു. തൻ്റെ കൂടെ കുറച്ച് കോൺഗ്രസ് നേതാക്കന്മാരും കുറച്ച് പോലീസുകാരുണ്ട്. രാവിലെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു, ഒരു ദൈവദാസം വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു, പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം അത് കേട്ടപ്പം പേടിച്ചു പോയി. കർത്താവെ കൂടുതൽ കൃപ തരണേ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആദ്യമായിട്ടാണ് മന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിന്നെ എൻ്റെ അകത്തൊരു ശബ്ദമുണ്ടായി, വരുന്നത് മന്ത്രിയാണെങ്കിൽ നീ ദൈവരാജ്യത്തിൻ്റെ മന്ത്രിയാണ്. അന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, സാറിന് ഈ സ്റ്റേറ്റിൽ മൊത്തം അധികാരമുണ്ട്, സാർ എന്ത് പറഞ്ഞാലും ഈ സ്റ്റേറ്റിൽ നടക്കും. പക്ഷെ ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുണ്ട്. ഇത് പറഞ്ഞതും യേശുവിൻ്റെ അധികാരം എന്ന വാക്ക് കേട്ടതും എൻ്റെ പുറകിൽ ഒരു അലർച്ച കേൾക്കാം. അലറി. സിറ്റി പോലീസ് സൂപ്രണ്ട് താഴെ കിടന്നാലും ദുരാത്മാ വിളകി എഴുന്നേറ്റ് വന്നിട്ട് പറയുകയാണ്, എൻ്റെ അപ്പനൊരു മന്ത്രവാദിയാണ്, ഞങ്ങളുടെ ഗോത്രത്തിൻ്റെ തലവനായ പുരോഹിതനാണ്, ഞാനാണ് ഇനി ആ സ്ഥാനം എടുക്കേണ്ടത്, പക്ഷെ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. ആ DSP പ്രാർത്ഥിച്ച് തൻ്റെ പെങ്ങളുടെ ജന്മന അന്ധമായ കണ്ണു തുറന്നു. ഈ സംഭവങ്ങൾ അരുണാചൽ വലിയ ഉണർവ് കത്തിച്ചു. പക്ഷെ അതിൻ്റെ പുറകിൽ ഫിലിപ്പോസ് പാസ്റ്ററും അതുപോലെ ഫിന്നി സ്റ്റീഫൻ ബ്രദറും ഒക്കെ പ്രാർത്ഥിച്ചു, നാളുകളോളം പ്രാർത്ഥിച്ചു. ഇപ്പോൾ എനിക്കറിയാം, ലോകത്തിലെ കോവിഡ് കാലത്ത് എന്തോ പുതിയ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
കോവിഡ് കാലം ഒരു മാറ്റമാണ്. ഇനി എന്താ നടക്കാൻ പോകുന്നറിയാമോ? വലിയൊരു വാതിൽ തുറന്നിരിക്കും. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ വരവ് വളരെ സമാഗതമാണ്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയുള്ളപ്പോൾ സുവിശേഷം അവസാനത്തെ ആളും അറിയാൻ 1 മിനിറ്റ് മതി. ഇനി 10 കൊല്ലം കഴിയുമെന്നൊന്നും വിചാരിക്കരുത്. തങ്കുബ്രദർ എന്ന് പറയുന്ന ഒരു വാക്ക് എനിക്ക് വലിയ ഇഷ്ടമാണ്. കർത്താവ് ഇന്ന് വന്നാൽ ഇന്ന് രാത്രി കിടക്കുമ്പോൾ ആരോടും കയ്പും ഭാരവും ഒന്നും വെക്കാതെ ആ നാദം കേൾക്കത്തക്കവണ്ണം ഹൃദയം സോഫ്റ്റ് ആക്കിക്കണം. കർത്താവ് വരുന്ന വേർഡുമായിട്ടല്ല, വോയിസുമായിട്ടാണ്. കർത്താവ് താൻ ഗംഭീര നാദം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം, വോയിസ് കേൾക്കുമെന്ന. എൻ്റെ ആടുകൾ എൻ്റെ വേർഡ് പഠിക്കുമെന്നല്ല, വേർഡിനകത്തോടൊരു വോയിസ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറയുന്നത്, നിങ്ങൾ ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയാം, ചെറുപ്പക്കാരോട്, നമ്മൾ പാപം പിന്നെയും ദൈവമക്കൾ പാപം ചെയ്യരുത്. പാപം ചെയ്താൽ ഹൃദയകാഠിന്യം ഉണ്ടാകും. ഇനി അഥവാ ഒരു തെറ്റ് പറ്റിയോ, ഒരു നോട്ടത്തിൽ തെറ്റ് പറ്റിയോ, കർത്താവെ പറ്റിപ്പോയി ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം സോഫ്റ്റ് ആവും. അല്ലെങ്കിൽ വെടി വെച്ചാലും പുകയെന്ന് പറഞ്ഞ പോലെ ഗംഭീരനാഥം അവിടെ കേൾക്കും, നമുക്ക് ഒന്നും കേൾക്കത്തില്ല. നമ്മളൊരു സഭയിൽ പോകുമ്പം പാസ്റ്റർ പ്രസംഗിച്ചുമാ എനിക്കിട്ട് കുത്തിയതാണെന്ന് തോന്നുന്നെങ്കിൽ സൂക്ഷിച്ചോണം. കുത്തിയതായിക്കോട്ടെ, അതെന്നെ ബാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെ നാദം കേൾക്കും? കുത്തിയതായിക്കോട്ടെ, വചനമാണല്ലോ, അത് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അങ്ങ് ഏറ്റെടുത്താൽ പോരെ. അങ്ങനെ ഏറ്റെടുത്തേ. അതുപോലെ ഇതെല്ലാം ഒരു ചടങ്ങായി പതിവായി ശുശ്രൂഷകരായ നമ്മൾ, എനിക്കെപ്പോഴും ഭയം വരുന്നൊരു ഭാഗമുണ്ട്. അന്ന് പലരും വന്ന് യേശുവിനോട് പറയും, എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി എന്ന് പറയും, ഞാനോ നിങ്ങളെ അറിയുന്നില്ല, തിന്മ പ്രവർത്തിക്കുന്നവരെ. അപ്പോൾ തിന്മ പ്രവർത്തിച്ചുകൊണ്ടും കൃപാവരത്തിൽ തുടരാം. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് സഭയിൽ ആരോടും കയ്പും പകയും വെക്കരുത്. നമ്മളെ നടത്തുന്ന ദൈവദാസന്മാർ. മറ്റൊരു സഭ, നമ്മളിവിടെ കളിക്കാനുള്ള സ്ഥലമല്ല സഭ. വളരെ ദൈവഭയത്തോടെ. എന്നാൽ ഭയമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ക്രിസ്തുവിൽ സന്തോഷിച്ച് തുള്ളിച്ചാടി ആനന്ദിച്ച് സോഫ്റ്റ് ഹാർട്ടോടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. അപ്പോൾ തന്നെ അടുത്തൊരു വലിയ റിവൈവൽ, അതിൻ്റെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ഹല്ലേലൂയ. പ്രവാചകൻ ഉപവാസവും പ്രാർത്ഥനയോ കഴിഞ്ഞ് പ്രവാചക ശിഷ്യനോട് പറഞ്ഞു, സ്തോത്രം, അവിടെ എല്ലാം ഒന്നിനെയും നടക്കാൻ പോകുന്നില്ല, എല്ലാം തീർന്നെന്ന് ആഹാബും ഇസബേലും ഒക്കെ പറഞ്ഞിരിക്കുമ്പോൾ, സ്തോത്രം, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. എന്നാൽ താൻ കൽപ്പിച്ചു മഴ പെയ്യുമെന്ന് തനിക്കറിയാം. അപ്പോൾ പ്രവാചക ശിഷ്യനോട് പറഞ്ഞു, നീ പോയി നോക്കിക്കേ. ശിഷ്യൻ ഓടിപ്പോയിട്ട് വന്നിട്ട് പറഞ്ഞു, ഒന്നും കാണുന്നില്ലെന്ന്. ചിലപ്പോൾ ഇപ്പോൾ ലോകത്ത് ചിലരൊന്നും കാണുന്നില്ലായിരിക്കും, പക്ഷെ ചിലരുടെ അകത്തൊരു സീസണായി എന്തോ ഒന്ന് കാണാൻ പോവാണ്. സ്തോത്രം. ഇടിമുഴക്കം ആകാശത്ത് വരുന്നതിന് മുമ്പേ നിന്റെ അകത്തൊരു മുഴക്കം വരട്ടെ. കാർമേഘവും മഴയുടെ കാറ്റും രാജ്യങ്ങളിൽ വരുന്നതിന് മുമ്പേ നിന്റെ അകത്തൊരു കാറ്റ് വരട്ടെ. അതുകൊണ്ട് മനു ബ്രദറെ, സ്തോത്രം, അണ്ടർ ദ വിങ്സും ഒക്കെ ഇതിനൊരു മുഖാന്തരമാണ്. അടുത്തത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ഒരു ഉണർവായി മാറും. ഈ ഇന്നർ ചേംബറും അണ്ടർ ദ വിങ്സും മാത്രമല്ല, ഇതെല്ലാം ഒരു ഉണർവായി മാറും. ഈ രാജൻ ബ്രദറിൻ്റെ വീട്ടിലെ ഈ ഫെലോഷിപ്പ് കഴിഞ്ഞ ആഴ്ച ഞാനങ്ങനെ സുവിശേഷത്തിൽ ഇറങ്ങി അഭിമലേക്കും ചെറുപ്പക്കാരെൻ്റെ കൂടെ ഇരുന്ന് കാറയിൽ നിന്ന് ചോദിച്ചു. ഇതെല്ലാം ഒരു പദ്ധതിയാണ്. സ്തോത്രം. ഇനി നമ്മൾ കർത്താവിന് വെച്ചാൽ മാഞ്ചസ്റ്ററിൽ ഇവിടെ 3 ദിവസം കൂടാൻ പോവുകയാണ്. അമേരിക്കയിൽ ചെറുപ്പക്കാരുടെ ക്യാമ്പ് നടക്കാൻ പോവുകയാണ്. സ്തോത്രം. പെസഹ മുതൽ ഈസ്റ്റർ വരെ മീറ്റിംഗ് കോഴഞ്ചേരിയിൽ നടക്കാൻ പോവുകയാണ്. ഇതെല്ലാം ഒരു ഉണർവിലേക്കാണ്. മാത്രമല്ല മറ്റു സഭകളിലൊക്കെ ദൈവദാസന്മാർക്ക് വലിയ ഭാരം, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇവിടെ ലണ്ടൻ പട്ടണത്തിൽ നിങ്ങൾ ഇനി പ്രയർ ഡ്രൈവ് ഒക്കെ നടത്തണം. ചില കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ്, ഉണർവുകൾ നടക്കാൻ പോകുന്നു. അപ്പോൾ പ്രവാചക ശിഷ്യനോട് പറഞ്ഞു, നീ ഒന്നുകൂടെ പോയി നോക്ക്. പിന്നെയും പോയി നോക്കിയിട്ട് ഒന്നും കാണുന്നില്ലെന്ന്. ഒന്നുകൂടെ പോകാൻ പറഞ്ഞു. എത്ര തവണയാണ്? 7 തവണയാണ്. 7ാം തവണ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, കൈപ്പത്തി പോലൊരു മേഘം കാണുന്നു. നീ ഇപ്പോഴായിരിക്കും കണ്ടത്, ഞാൻ നേരത്തെ കണ്ടു. ഒരു തേർഡ് പെന്തക്കോസ്റ്റ്, ഒരു തേർഡ് പെന്തക്കോസ്റ്റ് യേശു വരാൻ താമസിച്ചാൽ അതിനകത്ത് ഇരിക്കുന്ന കുഞ്ഞുങ്ങളും എല്ലാവരും കാണും. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. സ്തോത്രം. നമ്മളൊരു പാട്ട് പാടി കർത്താവിനെ സ്തുതിക്കാൻ പോവാ.
തീ പോലെ ഇറങ്ങിയല്ലോ, അഗ്നി നാവായി പതിഞ്ഞുവല്ലോ. പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. സമയമല്ലോ അഭിഷേകം സകല ജലത്തിന്മേലും സമയമല്ലോ ആത്മാവിൽ നിറച്ചുവല്ലോ തീ പോലെ ഇറങ്ങിയല്ലോ അഗ്നിനാവായി പതിഞ്ഞുവല്ലോ കൊടുങ്കാറ്റായി വീശിയല്ലോ ആത്മനദിയായി ഒഴുകിയല്ലോ. മനു ബ്രദർ ചോദിച്ച ചോദ്യത്തിന് അണ്ടർ ദ വിങ്സിന്റെ 6ാം വർഷം ഞങ്ങൾ ആഗ്രഹിക്കുന്ന, തങ്കു ബ്രദർ ആഗ്രഹിക്കുന്ന, ഹെവൻലി ഫീസ്റ്റ് ആഗ്രഹിക്കുന്ന, ലോകത്തിലെമ്പാടും അനേക ദൈവദാസന്മാർ കാണുന്നത് വലിയ അടുത്തൊരു ഉണർവ്. യേശു വരാറായി. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. തിങ്കളാഴ്ച തോമസ് കുട്ടി ബ്രദറിന്റെ അണ്ടർ ദ വിങ്സിന്റെ 5 വർഷം തികയുക. ഒരു ദിവസം പോലും വിടാതെ, തിരക്കാണെങ്കിൽ തലേദിവസം റെക്കോർഡ് ചെയ്ത്, എനിക്ക് റെക്കോർഡിംഗ് അറിയത്തില്ല, തലേദിവസം റെക്കോർഡ് ചെയ്ത് മാത്രമല്ല തൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റാണ് അണ്ടർ ദ വിങ്സ്. അതിനകത്ത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ കാണുന്ന എല്ലാവരെയും കൊണ്ട് സാക്ഷ്യം പറയിപ്പിച്ച് കഴിഞ്ഞ 5 വർഷം അണ്ടർ ദ വിങ്സിൽ ചിറകിൻ്റെ കീഴിൽ അത് നടത്തുവാൻ തോമസ് ബ്രദറിന് പ്രേരണയും ബലവും നൽകിയ കർത്താവിന് സ്തോത്രം. അത് സ്പോൺസർ ചെയ്തവർക്കും നന്ദി പറയുന്നു. തോമസ് ബ്രദർ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് അടുത്ത അനേക വർഷങ്ങൾ അണ്ടർ ദ വിങ്സ് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം അണ്ടർ ദ വിങ്സിന് വേണ്ടി. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 5 വർഷം ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ ഞങ്ങൾ യാത്രയിലായിരിക്കുമ്പോഴൊക്കെ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത് ഒരുക്കി. അണ്ടർ ദ വിങ്സ് കാണുന്നവർക്ക് എല്ലാ ദിവസവും പുതുമ നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രോഗ്രാമാക്കി, പരിശുദ്ധാത്മാവിന് എന്നാ ചെയ്യണോ അതിന് ഇടം കൊടുത്ത് നടത്തിയ തോമസ് കുട്ടി ബ്രദറിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അണ്ടർ ദ വിങ്സിന് പുറകെ നിൽക്കുന്ന എല്ലാവരെയും, ഈ മീഡിയ ടീമിനെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. വർഷങ്ങൾ ഇനിയും അണ്ടർ ദ വിങ്സ് മുന്നോട്ട് ഓടട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. തോമസ് കുട്ടി ബ്രദറെ, അണ്ടർ ദി വിങ്സ് 5 വർഷം പൂർത്തിയാകുകയാണല്ലോ. 6ാം വർഷത്തിലേക്ക് ഈ അണ്ടർ ദി വിങ്സ് പ്രവേശിക്കുമ്പോൾ സഭ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തോമസ് കുട്ടി ബ്രദർ ഈ അണ്ടർ ദി വിങ്സിന് കൊടുക്കുന്ന ആ പ്രാധാന്യം ഞങ്ങൾ ഈ സമയം ഓർക്കുകയാണ്. ഞാനിപ്പോൾ പറയുമായിരുന്നു, പല കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴും രാവിലെ എഴുന്നേറ്റ് തോമസ് കുട്ടി ബ്രദർ റെക്കോർഡ് ചെയ്യും. അതിന് വളരെ പ്രാധാന്യം തോമസ് കുട്ടി ബ്രദർ കൊടുത്തത് കൊണ്ട് തന്നെ തോമസ് കുട്ടി ബ്രദറിൻ്റെ ഇനിയുള്ള നാളുകളിലെ കാര്യങ്ങൾക്ക് കർത്താവ് പ്രാധാന്യത്തോടെ തന്നെ എൻ്റെ കർത്താവ് തോമസ് കുട്ടിൻ്റെ കുടുംബത്തിലും തലമുറയിലും കൊച്ചുമക്കളിലെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തികൾ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു പുതിയ അഭിഷേകം. ഈ 5 വർഷവും തോമസ് കുട്ടി ചെയ്ത അഭിഷേകമുണ്ട്, അതല്ലാതെ ഒരു പുതിയ അഭിഷേകം തോമസ് കുട്ടി ബ്രദറിൻ്റെ മേൽ, ഇപ്പോൾ UK-യിലാണല്ലോ, ഇപ്പോൾ തോമസ് കുട്ടി ബ്രദറിൻ്റെ മേൽ കർത്താവ് പകരുകയാണ്. ഇപ്പം സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങൾ എല്ലാവരും കൂടെ കൈ നിർത്തി, കർത്താവേ, ഞങ്ങൾ ചേർന്ന് നിന്റെ ദാസനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. തോമസ് കുട്ടി ബ്രദറിനെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. താവേ, നിന്റെ ദാസൻ കഴിഞ്ഞ 5 വർഷം ഈ അണ്ടർ ദി വിങ്സ് വളരെ ഉത്സാഹത്തോടെ, വളരെ താല്പര്യത്തോടെ, ദൈവസ്നേഹത്തിൽ താൻ ചെയ്തു. അതിന് അനേക സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾക്കിടയായി. കർത്താവേ, 6ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ ചേർന്ന് ആ മകനെ അനുഗ്രഹിക്കുന്നു. അണ്ടർ ദി വിങ്സിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
ഇനിയും അനേക കുടുംബങ്ങൾക്ക്, അനേക വ്യക്തികൾക്ക്, അനേക തകർന്നവർക്ക്, അനേക രോഗികൾക്ക് ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരട്ടെ. പറയപ്പെടുന്ന ഓരോ വചനങ്ങളും കർത്താവെ അവരുടെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന് മുഖാന്തരമായി തീരട്ടെ. അത് ചെയ്യുവാൻ നിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തണമേ. അതിനുള്ള അഭിഷേകം കർത്താവ് പകർന്നു കഴിഞ്ഞിരിക്കുക. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തോമസ് ഊട്ടിവറിനെ കുടുംബമായിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇനിയും അനേക വർഷങ്ങൾ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇത് ചെയ്യുവാൻ, നടത്തുവാൻ കർത്താവ് ആരോഗ്യവും ബലവും അഭിഷേകവും നൽകട്ടെ എന്ന് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. തോമസ് ഊട്ടിവറെ, ഗോഡ് ബ്ലെസ് യു. എന്നെ ബെൽഫാസ്റ്റിന് യാത്ര അയക്കാൻ വേണ്ടി മനു ബ്രദറും സഹോദരന്മാരും ലണ്ടൻ ലൂട്ടർ എയർപോർട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരൊരു കാര്യം പറയും. ഒന്നുകൂടെ ഉറക്കെ. ഓ, ഗോഡ് ബ്ലെസ് യു. യുകെയിലുള്ള എല്ലാ ചർച്ചസിന്റെയും ഹാപ്പി ആനിവേഴ്സറി. ഹെവൻലി പീസിന്റെ യുകെയിലുള്ള എല്ലാ സഭകളിൽ നിന്നുള്ള സ്നേഹവും ഹാപ്പി ആനിവേഴ്സറി അണ്ടർ ദ വിങ്സ്. അങ്ങനെ അണ്ടർ ദ വിങ്സ് 6 വർഷം ആകാൻ കർത്താവ് കൃപ നൽകി. ഞങ്ങള് ലണ്ടനിലിരുന്നൊക്കെ റെക്കോർഡ് ചെയ്തതാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ മെയിൻലാൻഡ് യുകെയിൽ നിന്ന് ഞാൻ ബെൽഫാസ്റ്റിലേക്ക് ഇന്ന് വൈകിട്ട് ഒടുവിൽ കേംബ്രിഡ്ജിൽ വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപ തന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെയുള്ള എല്ലാവരും ഒന്ന് കൈ വീശി ഒന്ന് അണ്ടർ ദ വിങ്സിലുള്ളവരെ ഒന്ന് ആക്കണം. ഇവിടെ ശുശ്രൂഷിക്കുന്നത് ചെറിയാൻ ബ്രദറാണ്. കൂടാതെ നമ്മുടെ ശുശ്രൂഷകർ പലരും ബർമിംഗ്ഹാമിൽ നിന്ന് ജീൻ ബ്രദർ, അങ്ങനെ ഓരോ സഹോദരന്മാരും ഇവിടെ ഉണ്ട്. ഇവരെല്ലാം കർത്താവിന് വേണ്ടി നാളുകളായി പ്രകാശിക്കുന്നവർ. ഒന്ന് കൈവീശി കാണിച്ചാട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ 3 പ്രോഗ്രാമുകളും ഇവരിൽ പലരും സ്പോൺസർ ചെയ്തു. മാത്രമല്ല അണ്ടർ ദ വിങ്സ് ഇന്ന് 6th ഇയർ ആണെന്ന് പറഞ്ഞപ്പോൾ കേംബ്രിഡ്ജ് സഭ സ്പോൺസർ ചെയ്തു, ഹോൾ UK ചർച്ച് സ്പോൺസർ ചെയ്തു. ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഈ സ്പോൺസറും കൊണ്ടൊന്നും നിർത്താനൊക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇനിയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തെ ഇവരെല്ലാം കൈ ഉയർത്തി ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. ഒന്നുകൂടെ കൈ ഉയർത്തിയത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ മീറ്റിംഗ്. കൂടാതെ ഇന്നത്തെ അണ്ടർ ദ വിങ്സ് സ്പോൺസർ ചെയ്യുന്നത് ഹെവൻലി ഫീസ്റ്റ് UK, ഹെവൻലി ഫീസ്റ്റ് കേംബ്രിഡ്ജ്, കൂടാതെ ഹെവൻലി ഫീസ്റ്റ് സൗദി അറേബ്യ റിയാദി എന്ന് ഇന്നത്തെ അണ്ടർ ദ വിങ്സ് സ്പോൺസർ ചെയ്തു. അവർക്ക് വേണ്ടി എല്ലാവരും കൈയടിച്ചാൽ. അപ്പോൾ തന്നെ റിഷലെ രഞ്ജിത്ത് സെലിബ്രേറ്റിംഗ് ഹെർ 9th ബർത്ത്ഡേ ടുഡേ. റിഷലെ എന്ന് പറയുന്ന ഒരു മോള് ഇന്ന് 9ാമത്തെ ബർത്ത്ഡേ ആണ്. ബൈ രഞ്ജിത്ത് ആൻഡ് സിന്ദൂരി, ഹെവൻലി ഫീസ്റ്റ് കുവൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മോക്കൊരു ഹാപ്പി ബർത്ത്ഡേ പാടണ്ടേ? അണ്ടർ ദ വിങ്സിന്റെയും ഹാപ്പി ബർത്ത്ഡേ. അതുകൊണ്ട് മക്കളൊന്ന് പാടിക്കേ, ഹാപ്പി ബർത്ത്ഡേ ഒന്ന് പാടിക്കേ. Happy birthday. ഹല്ലേലൂയ. മോളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുക. അപ്പോൾ തന്നെ അണ്ടർ ദ വിങ്സിൽ കൂടുന്ന എല്ലാവരും ഇവരുടെ നേരെ ഒന്ന് കൈ നീട്ടിക്കും. ഇത് UK ചർച്ചിന്റെ പ്രതിനിധികളാണ്. ഇന്നർ ചേംബറും അണ്ടർ ദ വിങ്സ്. ഓക്കെ. സോ ഇന്നർ ചേംബറും അണ്ടർ ദ വിങ്സും റൈസ് ആൻഡ് ഷൈനും ഇവരും ലോകമെമ്പാടുള്ള ഇനി സ്പോൺസർ ചെയ്യും. ഈ 3 പ്രോഗ്രാമുകൾ പരിശുദ്ധാത്മാവ് പ്രത്യേകാൽ തുടങ്ങിയതാണ്. വേറെ ഒരു സഭയ്ക്കും കിട്ടാത്ത പോലെ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ ആ ദിവസങ്ങളിൽ തുടങ്ങി. ഇനി മുമ്പോട്ടും കർത്താവിന്റെ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ പോലെ സുവിശേഷം അറിയിക്കാൻ പറ്റിയൊരു മാർഗമില്ല. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷ കൊണ്ട് പ്രാർത്ഥിക്കണം. തങ്കുബ്രതനെ ഓർത്ത് പ്രാർത്ഥിക്കണം. കൂടാതെ UK നമുക്ക് ജൂൺ എന്നൊക്കെയാണ് 19, 20, 21, 22 വ്യാഴം, വെള്ളി, ശനി, ഞായർ നമ്മൾ എവിടെയാണ് കൂടുന്നത്? മാഞ്ചസ്റ്ററിൽ. ഇവിടെ ഇന്ന് ഭയങ്കര ഡാൻസും അപ്പോൾ തന്നെ സ്നേഹത്തിന്റെ മാറോട് ചേർന്ന് കെട്ടിപ്പിടുത്തമൊക്കെ ആയിരുന്നു. ഹല്ലേലൂയ. തുള്ളിച്ചാടി ഓടുകയായിരുന്നു. ആ സന്തോഷിക്കുന്ന സഭയിൽ ആണ് കർത്താവ് ആത്മാക്കളെ കൂട്ടിയെന്ന് അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ ഒടുവിൽ ഉല്ലാസത്തോടും ഹൃദയപരമാർത്ഥത്തോടും കൂടി
അവരുടെ കൂടെ ലോഡ് ആഡഡ് പീപ്പിൾ എന്ന്. അത് UK സംഭവിക്കാൻ പോവാ. ഞങ്ങൾക്കെല്ലാം സങ്കടമുണ്ട്. ഇവിടുത്തെ പള്ളികളൊക്കെ ശൂന്യമായി കിടക്കുമ്പോൾ ഹെവൻലി ഫീസ്റ്റിനെ ദൈവം അയച്ചത് ഈ രാജ്യത്തെല്ലാം വലിയൊരു ഉണർവിനാണ്. സോ നിങ്ങളെല്ലാവരും ചേർന്ന് UK ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ജോലിയുണ്ട്, പല തിരക്കുകളുടെ ഇടയിൽ ഇവരെല്ലാം കർത്താവിന് വേണ്ടി ഓടുക. എനിക്ക് ഇവരുടെ ഉത്സാഹം കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. ഇവിടുത്തെ ശുശ്രൂഷകരും ദൈവമക്കളും അവർക്ക് വേണമെങ്കിൽ വീടുകളിൽ ഇരിക്കാം, അവർക്കെല്ലാം ഉണ്ട്, പക്ഷെ അവർ യേശുവിന് വേണ്ടി നിൽക്കുക. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ അണ്ടർ ദ വിങ്സിന്റെ 6th ഇയറിൽ UK എന്റെ സഹോദരങ്ങളുമായി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നർ ചേംബറിനെ 6th ഇയറിലേക്കായി, അടുത്ത ദിവസം എറൈസ് ആൻഡ് ഷൈൻ 6th ഇയറിൽ ഈ 3 മീറ്റിംഗിലെ കർത്താവ് നടത്തിയ വഴികൾക്കായി സ്തോത്രം. ഇന്ന് സ്പോൺസർ ചെയ്ത ഹോൾ UK ഹെവൻലി ഫീസ്റ്റിനെയും യേശുവിന്റെ നാമത്തിൽ കേംബ്രിഡ്ജ് ഹെവൻലി ഫീസ്റ്റിനെയും ഹല്ലേലൂയ റിയാദ് ഹെവൻലി ഫീസ്റ്റിനെയും അപ്പോൾ തന്നെ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷിച്ച മോളെയും ആ കുടുംബത്തെയും കുവൈറ്റിലെ കുടുംബത്തെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുക. എല്ലാവരും അനുഗ്രഹിക്കുന്നു പറഞ്ഞേ. എല്ലാ നന്മകളാലും നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. ഇതിനകത്ത് രോഗികളായിരുന്ന അനേകർ സൗഖ്യമായവരിപ്പുണ്ട്. ഞങ്ങൾ ഒന്നിച്ചേർന്നൊന്ന് കൈ നീട്ടിക്ക്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അത്ഭുത വിടുതലുകൾ സംഭവിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നാളെ നമുക്ക് 6ാം വർഷം വീണ്ടും അണ്ടർ ദ വിങ്സിൽ കാണാം. അതുവരെയും കർത്താവ് തന്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. വി ബ്ലസ് യു in Jesus' name. സന്ദേഹമെന്തിനു